നമസ്കാരം, സിദ്ധ തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫാറ്റി ലിവറിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന, അതായത് വിവിധ ഘട്ടങ്ങളിലൂടെ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ്, അതായത് മദ്യപാനമില്ലാത്ത ആളുകളിലും കണ്ടുവരുന്ന ഫാറ്റി ലിവറിൽ നമുക്കറിയാം ലിവർ വന്ന് വീർക്കുക, അതുപോലെ ബാക്കി അസുഖങ്ങൾ നമുക്കറിയാം. വയറ് വന്ന് വീർക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, വയറിളക്കം, ഗ്യാസ് ട്രബിൾ, മലബന്ധം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിരിക്കും ഓരോ പേഷ്യൻസിലും കണ്ടുവരുന്നത്. ഇതെല്ലാം നമ്മളൊരു വൈദ്യപരിശോധനയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ അനുബന്ധമായി ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഇതിൻ്റെ എല്ലാം മൂലകാരണമായി പ്രവർത്തിക്കുന്നത് ലിവറിൻ്റെ ഡിറ്റോക്സിഫിക്കേഷൻ, ലിവർ ശുദ്ധീകരണം, അല്ലെങ്കിൽ ലിവർ കറക്റ്റായി പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാത്തത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം. ആയുർവേദത്തിലായാലും സിദ്ധത്തിലായാലും ലിവറിനെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതായിട്ടുള്ള മരുന്നുകളും സപ്പോർട്ടീവായിട്ട് പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാനുള്ള മരുന്നുകളെല്ലാം തന്നെയാണ് ഇതിന് പ്രധാനമായും നൽകുന്നത്. ഈ മരുന്നുകളെക്കാളും ഏറ്റവും പ്രധാനമായുള്ളത് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യസമയത്തുള്ള ഭക്ഷണം, കറക്റ്റായ വ്യായാമം, അതുപോലെ ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ധാരാളമായി ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ധാരാളമായി നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മദ്യപാനം ഉള്ളവർക്ക് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ മദ്യപാനത്തിലൂടെ കൂടുതൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കണ്ടീഷനുകളാണ് കൂടുതലും നമ്മളിന്ന് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രധാനമായും ചെയ്യേണ്ടത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. കറക്റ്റായിട്ട് ഒരു വ്യായാമം, ചിട്ടയായ വ്യായാമം, ഒരു ഹാഫ് ആൻ അവറെങ്കിൽ ഹാഫ് ആൻ അവർ കറക്റ്റായി എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, മറ്റ് പൂരിത കൊഴുപ്പുകളും അപൂരിത കൊഴുപ്പുകളും അടങ്ങിയിട്ടുള്ള, അതായത് മൈദ, പഞ്ചസാര, അല്ലെങ്കിൽ ക്യാനിലായിട്ട് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓയിലിൽ വറുത്ത് പൊരിച്ചു വരുന്ന ഭക്ഷണങ്ങൾ, മത്സ്യവും മാംസ്യവുമാണെങ്കിൽ റിപ്പീറ്റഡായിട്ട് ഫ്രൈ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തത്, അതുപോലെ സ്പൈസി കൂടുതലായിട്ടുള്ള എരിവുകൾ, അതുപോലെ ഉപ്പ് കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ക്യാൻഡായിട്ട് വരുന്നതും സീൽഡ് കവറിൽ വരുന്നതും എല്ലാം നമ്മൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കരിക്ക്, അതുപോലെ ഫ്രൂട്ട്സ്, നട്ട്സ്, ഇവയെല്ലാം മിതമായ അളവിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ജീവിതശൈലി തന്നെയാണ്. കറക്റ്റായിട്ടുള്ളൊരു വ്യായാമം, ഭക്ഷണത്തിലുള്ള ക്രമം, ഭക്ഷണക്രമങ്ങൾ, ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പാലിച്ചു വരുമ്പോൾ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി ഏത് ആൾക്കാരിലാണ്, അല്ലെങ്കിൽ എത്രക്കാരിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും മെറ്റബോളിക് സിൻഡ്രോം, അതായത് രക്തസമ്മർദ്ദം, അമിതമായ ഒബിസിറ്റി, അതായത് അമിതവണ്ണം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഹൈ ലെവൽ കൊളസ്ട്രോൾ, ഹെൽത്തി കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറവ്, ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടുതൽ, ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടം കണ്ടീഷനെയാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കണ്ടീഷനുള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, PCOD, അത് സിൻഡ്രോമായിട്ട് അത്രയും കൂടുതൽ ഒന്നിച്ച് അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്ന ആളുകളിലും ഈ ഒരു ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കൂടാതെ നമുക്ക് മറ്റസുഖങ്ങൾ, രക്തസമ്മർദ്ദം, ഞാൻ പറഞ്ഞ പോലെ തന്നെ രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് മാത്രം കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഇൻസുലിൻ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവില്ലാതെ വരുന്ന അവസ്ഥ, പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റീസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം തന്നെ ലിവർ, അതായത് ലിവർ സപ്പോർട്ടീവ്സിൻ്റെ ആവശ്യം വളരെയധികമാണ്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനുകളിലുള്ള ആളുകളിൽ പെട്ടെന്ന് തന്നെ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോൾ ലിവർ ടെസ്റ്റും, ബാക്കി ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോൾ സ്കാനിങ് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏത് സ്റ്റേജിലാണ്, നമ്മളിപ്പോൾ ഫാറ്റി ലിവർ 2nd ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി വേണ്ട ജീവിതശൈലി വരുത്തേണ്ട മാറ്റങ്ങളും ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഒരു ഡയഗ്നോസിസ്, അതായത് മെഡിസിൻ, ഒരു ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുത്ത് കറക്റ്റായി അത് ഒരു ഫോളോ അപ്പ് ചെയ്ത് 6 മന്ത്സ് കൂടുമ്പോൾ ഇത് വേണ്ട ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ചെയ്ത് ഇത് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ അത് കൂടുതലായിട്ടാണോ വരുന്നതെന്ന് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്.
അപ്പോൾ ഈ ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.